യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ ഞങ്ങളെ വാഴ്ത്തുന്നു, രക്ഷകനെ ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിനും ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി നമ്മുടെ കണ്ണിനെ കണ്ണിനീരിൽ നിന്ന് കാഴ്ചയിൽ നിന്ന് പ്രാണ മരണത്തിൽ നിന്ന് വിടുവിച്ച് കാത്തുപരിപാലിച്ച് ആയുസ്സോടും ആരോഗ്യത്തോടും സുഖത്തോടും ബലത്തോടും ശക്തിയോടും നിർത്തി എല്ലാ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അളവ് കൂടാതെ ദൈവം നമ്മെ സ്നേഹിച്ച് പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ചെറുതും വലുതുമായ സകല വിഷയത്തിനകത്തും ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് നമ്മെ ബലപ്പെടുത്തി നടത്തുന്ന, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഓരോ ദിവസവും നമ്മെ നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ഈ പൽക്കോലും ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സകല വിടുതലകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് കർത്താവിനോട് ചേർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. തിരുവചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. സർവശക്തന്റെ സഹായം നമുക്കായി വെളിപ്പെടുന്ന സമയമത്രേ. സ്തോത്രം. ഈ പൽക്കാലം പ്രിയ ദൈവമക്കളെ സ്തോത്രം, നാം വിശ്വസിക്കുക. സ്തോത്രം. പലപ്പോഴും നാം ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ ഇതിനകത്ത് നിന്ന് എനിക്ക് പുറത്തു വരാമായിരുന്നു, ഇതിനകത്തു നിന്ന് ഒരു വിടുതൽ പ്രാപിക്കാമായിരുന്നു, ഇതിനകത്തു നിന്ന് രക്ഷപ്പെടാമെന്നൊക്കെ ഞാനും നിങ്ങളും ചിന്തിക്കാറുണ്ട്. എന്നാൽ മനുഷ്യരുടെ സഹായങ്ങളൊക്കെ വ്യർത്ഥമായി തീരുമ്പോൾ ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കും, ഞാൻ നിന്നെ സഹായിക്കാം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഈ പകൽക്കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഹായത്താൽ ചില വിടുതലുകൾ നടക്കുന്ന പകൽക്കാലം അത്രേ. ദൈവത്തിന്റെ സഹായത്താൽ ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന പകൽക്കാലം അത്രേ. വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം എവിടെയാണ് ദൈവത്തിന്റെ സഹായം വെളിപ്പെടേണ്ടത്, അവിടേക്ക് ദൈവത്തിന്റെ സഹായം ഈ പകൽക്കാലം വെളിപ്പെടുക, അത്ഭുതങ്ങൾ നടക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ഏത് വിഷയത്തിനകത്ത് ദൈവത്തിന്റെ സഹായം വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 124 അതിന്റെ 8 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, നമ്മുടെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. സ്തോത്ര. ഹല്ലേലൂയ. ഒരു ദൈവ പൈതന്റെ ജീവിതത്തെ സഹായം എന്ന് പറയുന്നത് ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കി യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്ന. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഞാനും നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിലെ മനുഷ്യരല്ല നമ്മെ സഹായിക്കുന്നത്, നാം ജോലി ചെയ്യുന്ന അവിടെ കമ്പനിയിലുള്ള സ്പോൺസർമാരല്ല നമ്മെ സഹായിക്കുന്നത്, നമ്മുടെ കുടുംബത്തിലുള്ളവരല്ല നമ്മെ സഹായിക്കുന്നത്. അവരൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് കഴിയില്ല, ഒരു പരിമിതിയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടു വന്നു കഴിഞ്ഞാൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ പരിമിതികളും നമ്മുടെ സാധ്യതകളൊക്കെയോ മറികടന്ന് നാം വിടുതലിലേക്ക് എത്തുവാനായിട്ട് ഇടയായിത്തീരാ. അങ്ങനെക്ക് ഈ പകൽക്കാലം സ്തോത്രം നമ്മുടെ ജീവിതത്തിനകത്ത് ആരുടെയെങ്കിലും സഹായം വെളിപ്പെടുന്നില്ല എങ്കിൽ ഭാരപ്പെടേണ്ട. കാരണം ചില സഹായങ്ങൾ, മനുഷ്യരുടെ സഹായങ്ങളൊക്കെ ദൈവം ചില സാഹചര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുവാനായിട്ട് ഇടയത്തിന്. കാരണം അവർ നമ്മെ സഹായിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന സ്ഥലത്ത് എത്തിയത്, ഇല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ ഇന്ന ഇടത്ത് എത്തിയതെന്ന് പറയിപ്പിക്കുക ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ചില സാഹചര്യങ്ങൾ നാം പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് നമുക്കൊരു സഹായം ലഭിക്കണമെന്നില്ല. സ്തോത്ര. അത് അവരുടെ കുറ്റമല്ല, ദൈവം ചില റൂട്ടുകളെ മാറ്റുവാനായിട്ട് ഇടയത്തിരാം. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നാം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെ ദൈവം നമുക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയത്തിരും. പ്രതീക്ഷിക്കാത്ത സഹായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയത്തിരും. അതാണ് എന്റെ ദൈവത്തിന്റെ സഹായം. ഈ പൽക്കാലം പ്രിയ ദൈവമക്കളെ നാം വിശ്വസിക്കുക. സ്തോത്ര. നമ്മുടെ സഹായം ഹല്ലേലൂയ ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. സ്തോത്ര. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സഹായം ഹല്ലേലൂയ ഈ പകൽ
പകൽക്കാലം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിന് മേൽ, നമ്മുടെ തലമുറയുടെ മേൽ ഹല്ലേലൂയ വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ. സ്തോത്രം. ഹല്ലേലൂയ. നാം നിരാശപ്പെട്ടു പോകണ്ട, നാം ആകുലപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. സഹായനായിരിക്കുന്ന കർത്താവിന്റെ കരം നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥകൾ മാറുവാനായിട്ട് ഇടയായിത്തീരാ, നമ്മുടെ സാഹചര്യങ്ങൾ മാറുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം കാണുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കുടുംബം നമ്മെ സഹായിക്കുക, നമ്മുടെ ഫ്രണ്ട്സ് നമ്മെ സഹായിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ സമ്പത്തൊക്കെയും എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോ സഹായമായിട്ട് വെളിപ്പെട്ടു വരുമെന്നൊക്കെ നാം ചിന്തിക്കുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഇതിനൊന്നും നമ്മെ സഹായിക്കാൻ പറ്റാത്ത അനേക സന്ദർഭങ്ങൾ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. ആ ഒരു സഹായത്തിലും ആ ഒരു ടൈമിലും നമുക്ക് സഹായനായി ഇറങ്ങി വരുന്നത് എന്റെ സ്വർഗത്തിലെ ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. അങ്ങനെ ആ ദൈവത്തിന്റെ മുഖത്തേക്ക് ഒരു ദൈവ പൈതൽ നോക്കുവാൻ തയ്യാറാക്കുന്നവയ്ക്ക് തക്ക സമയത്ത് ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുക പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നിങ്ങൾ കടന്നു പോകുന്ന ഏത് മേഖലയ്ക്കകത്തായിക്കൊള്ളട്ടെ, മാനസികമായി നിങ്ങളെ സഹായിക്കാനായിട്ട് ആരുമില്ലായിരിക്കാം. നിങ്ങൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ സഹായിപ്പാനായിട്ട് ആരുമില്ലായിരിക്കാം. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് എവിടെയാണോ ദൈവ സഹായം വെളിപ്പെടേണ്ടത്, അവിടെ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുക, ദൈവത്തിന്റെ സഹായം വെളിപ്പെടും. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ചില വിടുതലുകൾ സംഭവിച്ചു എന്ന് പറയത്തക്ക രീതി എന്റെ സ്വർഗത്തിൽ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ചലിക്കുന്ന പകൽക്കാലം അത്രേ. സ്തോത്ര. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുക, വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മുമ്പിൽ ചില വഴികൾ തുറക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീര, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതികൂലങ്ങൾ മാറുവാനായിട്ട് ഇടയായിത്തീര. അതേ ദൈവത്തിന്റെ സഹായം ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ജനത്തിന്റെ ഇടയിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സഹായകൻ ഹല്ലേലൂയ ഉറങ്ങാത്ത മയങ്ങാത്ത ദൈവമത്രേ. ഹല്ലേലൂയ. അത് 121 സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് എവിടെ നിന്ന് സഹായം വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയ്ക്ക് നിന്ന് വരുന്നു. ഹല്ലേലൂയ. അതേ വിശ്വസിക്കാമോ? മാനുഷികമായിട്ടുള്ള സഹായത്തിലേക്കുള്ള ഒരു നോട്ടം മതിയാക്കിയിട്ട് നമ്മുടെ കണ്ണുകളെ ദൈവത്തിലേക്ക് ഈ പകൽക്കാലം ഉയർത്താമോ? അനേകം പേരിലേക്ക് നമ്മൾ നോക്കിയില്ലേ, പലരുടെ കരങ്ങളിലേക്ക് നോക്കിയില്ലേ, പലരുടെ ഫോൺ കോളുകളെ കൂടെ നാം നോക്കിയില്ലേ, എനിക്കൊരു സഹായം വരും, എന്റെ ഒരു വിടുതൽ അവരിൽ കൂടി നടക്കുമെന്നൊക്കെയും. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഈ പകൽക്കാലം മാനുഷിക സഹായങ്ങളൊക്കെ വ്യർത്ഥമായി തീരുമ്പോ സഹായിക്കാമെന്ന് പറയുന്ന മനുഷ്യർക്കും നമ്മെ സഹായിപ്പാൻ കഴിയാതെ ആയിരിക്കുമ്പോ ഞാൻ പറയട്ടെ ഹല്ലേലൂയ, നമ്മുടെ കണ്ണുകൾ ഉയരത്തിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ദൈവത്തിന്റെ സഹായം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയത്തര. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. അതേ നമ്മുടെ സഹായം വരുന്നത് ആ യഹോവയിൽ നിന്നത്രേ. ഹല്ലേലൂയ. നമ്മുടെ ഏത് വിഷയത്തിലായിരുന്നാലും നമ്മെ സഹായിപ്പാൻ കഴിയുന്നത്, നമ്മെ രക്ഷിപ്പാൻ കഴിയുന്നത്, നമ്മെ വിടുവിപ്പാൻ കഴിയുന്നത് ആ സർവശക്തനായ ദൈവത്തിന് മാത്രമാത്രേ. നമുക്ക് സമാധാനം ഇല്ലാതിരിക്കുന്നവരാണോ, അല്ലെങ്കിൽ സ്വസ്ഥതയില്ലാതിരിക്കുന്നവരാണോ വിഷയത്തിനകത്ത്, പക്ഷെ അവിടെയും സഹായിപ്പാൻ കഴിയുന്നത് എന്റെ ദൈവത്തിന് മാത്രമാണ്. ഹല്ലേലൂയ. വിഷയങ്ങളുടെ നടുവിൽ കടന്നു വരുമ്പോ മാനുഷ്യ വാക്കുകൾക്കൊന്നും നമ്മെ സ്തോത്ര സമാധാനിപ്പിക്കുവാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷെ അവിടെയും സഹായനായി ഇറങ്ങി വരുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്നെ ഞാൻ നിന്റെ ദൈവമാക്കുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അരികത്ത് നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആ ദൈവത്തിന് നമ്മോട് പറയാനായിട്ടുള്ളത്, ഞാൻ നിന്നെ സഹായിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സഹായനായിരിക്കുന്ന കർത്താവിന്റെ സഹായം നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ഈ ഭാഗങ്ങളിലെല്ലാം ദാവീദ് തന്റെ സഹായനായിരിക്കുന്ന ദൈവത്തെ പറ്റി എഴുതി വച്ചിരിക്കുമ്പോ, പ്രിയ ദൈവമക്കളെ, തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് അത്ര എഴുതി വച്ചിരിക്കുന്നത്. തന്റെ ജീവിതത്തിൽ ആരും സഹായമില്ലാതിരുന്നപ്പോ, അപ്പന്റെ ആടുകളെ മേച്ച് വനാന്തരത്തിൽ ഏകാന്തയായിട്ട് ആയിരിക്കുമ്പോ, സിംഹവും കരടിയൊക്കെയും തന്റെ അപ്പന്റെ
ആടുകളെ പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് കടന്നു വരുന്ന സാഹചര്യത്തിലൊക്കെയും ആരും സഹായത്തിനായിട്ടില്ല. ഹല്ലേലൂയ. ആരും അവിടെ സഹായത്തിന് ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലും തന്നെ സഹായിച്ച ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ഒരു ഉറപ്പിൽ നിന്ന്, ആ ഒരു ധൈര്യത്തിൽ നിന്ന്, ആ ദൈവത്തിന്റെ സഹായത്തെ രുചിച്ചറിഞ്ഞിട്ടാണ് ദാവീദ് പറയുന്നത്, എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ കൂരുളുടെ അനുഭവത്തിലായാല, മരണത്താൽ വരുടെ നടുവിൽ കൂടി കടന്നു പോകാലോ, പ്രതിസന്ധികൾ മൂർച്ഛിച്ച് കടന്നു വരുന്ന സാഹചര്യത്തില് ഏത് തീക്കകത്തും ഇറങ്ങി വന്ന് വിടുവിപ്പാൻ കഴിയുന്ന, നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇനി എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് നിങ്ങൾ ഇരിക്കേണ്ട, നിങ്ങൾ ആകുലപ്പെട്ടിരിക്കേണ്ട. നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന സർവശക്തനായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന സർവശക്തനായ ദൈവ ഈ പൽക്കാലം നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. പലപ്പോഴും നാം നിരാശപ്പെടാറില്ലേ, എന്നെ സഹായിപ്പാനായിട്ട് ആരുമില്ലല്ലോ എന്ന്. ഹല്ലേലൂയ. ഇല്ല പ്രിയ ദൈവമക്കളെ, നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 28:7 കാണുന്നു, യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു, എന്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു. അത് ഇവിടെ ദാവീദ് സഹായത്തിനായിട്ടുള്ള ഒരു പ്രാർത്ഥനയിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്, എന്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു. ഈ പൽക്കാലം ഒരു സഹായത്തിന് വേണ്ടി ഹല്ലേലൂയ കൊതിക്കുന്ന ദൈവ പൈതലാണോ, ഒരു സഹായത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണോ, ഈ പകൽക്കാലം പറയട്ടെ, ആ ദൈവത്തിലൊന്ന് പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. ഹല്ലേലൂയ. ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന പകൽക്കാലമത്രേ. നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ യാത്രയുടെ മധ്യത്തെ നിങ്ങളെ സഹായിപ്പാൻ ആരും കാണത്തില്ലായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ സഹായം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ കടന്നു പോകുന്ന ഇടത്ത് ഹല്ലേലൂയ അസാധാരണമായിരിക്കുന്ന ചില ദൈവിക പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ടിടയത്തില്ല. ഒന്നിനൊരു മുടക്കം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒന്നും തടയപ്പെടുവാനായിട്ടിടയാകത്തില്ല. അധികാരികളോട് ചിലപ്പോൾ സംസാരിക്കാനായിരിക്കാം, ആരും നിങ്ങളെ സഹായിപ്പാൻ കാണത്തില്ലായിരിക്കാം. പക്ഷെ അവിടെയും ദൈവത്തിന്റെ സഹായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരുവാനായിട്ടിടയത്തില്ല. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു. ഈ പൽക്കാലം പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിലുള്ള ആശ്രയം മാറ്റിവെച്ചിട്ട്, മനുഷ്യരിലേക്കുള്ള ആശ്രയങ്ങൾ മാറ്റിവെച്ചിട്ട്, ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ ആ യഹോവയിലേക്ക് ഒന്ന് ആശ്രയിക്കാമോ? ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ ആ ദൈവത്തിലൊന്ന് ആശ്രയിക്കാമോ? ഹല്ലേലൂയ. ആ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ലഭിക്കും. ഹല്ലേലൂയ. നാം ഭാരപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല, നാം നിരാശപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ കാണുന്നു, അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു. ഹല്ലേലൂയ. അതേ ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ നാം നിരാശപ്പെടുമെന്നല്ല അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഞാൻ നിങ്ങൾ വേദനിക്കുമെന്നല്ല അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഉല്ലസിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ചില മാനുഷിക സഹായങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഏറി പിന്നെ വരുമ്പോ, എന്റെ സഹായത്താലാണ് നീ ഇവിടം വരെ എത്തിയതെന്നൊക്കെ പറയുമ്പോ നമ്മുടെ മനസ്സിന് ഒത്തിരി വേദനകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നാം പലപ്പോഴും പലരും കേട്ടിട്ടുണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ പലരും സഹായിച്ചിട്ട് പലരും കൂടി നിൽക്കുന്ന ഇടത്ത് ഞാൻ അവരെ സഹായിച്ചു എന്ന് പറയുന്ന ഒരു മാനുഷിക ഗണത്തിന്റെ നടുവിലത്ര നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ വീണ്ടും അവർ കരിവാരി തേക്കുന്നത് പോലെ നിന്ദിക്കുകയും പഴിക്കുകയും ചെയ്യുമ്പോഴും ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവത്തിൽ നിന്നുള്ളൊരു സഹായം തക്ക സമയത്ത് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നീ നിരാശപ്പെടുമെന്നല്ല കാണുന്നത്, മറിച്ച് അവിടെ കാണുവാൻ സാധിക്കുന്നു ഉല്ലസിക്കുവാനായിട്ടിടയത്തില്ല. എന്റെ ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു. അങ്ങനെ പ്രിയ ദൈവ വൈതലേ സ്തോത്ര. ഹല്ലേലൂയ. ഒരു പരിമിതിയും കൂടാതെ, ഒരു പരിഭ്രമവും കൂടാതെ നമ്മെ സഹായിപ്പാൻ കഴിയുന്ന അരുമരക്ഷകന്റെ കരങ്ങളിലേക്ക് ഹല്ലേലൂയ ഈ പൽക്കാലം നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. കർത്താവിനോട് പറയാ, കർത്താവ് എന്നെ സഹായിക്കണമേ
സഹായിപ്പാൻ വേഗം വരേണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ സഹായം ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വീണ്ടും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അനവധി ഭാഗങ്ങളില് ദൈവത്തിന്റെ സഹായത്തെ വിടുതലുകൾ പ്രാപിച്ച അനേകം സന്ദർഭങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. നെഹെമ്യാവിന്റെ പ്രവചന പുസ്തകത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മതിൽ ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടുകൊണ്ട് നെഹെമ്യാ പ്രവാചകൻ ഇത് കരയുവാൻ തുടങ്ങി, ഉപവസിക്കുവാൻ തുടങ്ങി, ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം യഹോവയുടെ അരുളപ്പാട് മുഖാന്തരമായിട്ട് അവർ ദൈവാലയം മതിൽ പണിയുവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവരുടെ ജീവിതത്തെ നിന്ദയും പരിഹാസവും ഒക്കെയും ഏറി വരുവാനായിട്ട് ഇടയായി തീർന്നു. അവരെ നിന്ദിക്കുവാനായിട്ട് ഇടയായി തീർന്നു, അവരെ പരിഹസിക്കുവാനായിട്ട് ഇടയായി തീർന്നു, അവരെ അധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നെഹെമ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്ക, എന്റെ ദൈവത്തിന്റെ സഹായത്താ ചിലത് സാധിക്കുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇതിനകത്ത് നിനക്ക് ജയിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോ നീ വീട്ടിന്റെ പണി തുടങ്ങിയിട്ട് അതിനെ പൂർത്തീകരിപ്പാൻ കഴിയത്തില്ല എന്ന് ലോകം നിന്റെ ചുറ്റുപാടും നിന്ന് പരിഹസിക്കുമ്പോ, ലോകം നിന്നെ അപമാനിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ, പ്രിയ ദൈവ പൈതലേ, മാനുഷിക വാക്ക് കേട്ട് നീ നിരാശപ്പെട്ടു പോകാതെ, നീ തളർന്നു പോകാതെ അത് നോക്കി പറയുക, സ്തോത്ര, എന്റെ ദൈവത്തിന്റെ സഹായത്താ ഇത് സാധിക്കുമെന്ന്. ഹല്ലേലൂയ. അതേ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ. ആകയാൽ അവന്റെ ദാസന്മാരാ ഞങ്ങൾ എഴുന്നേറ്റ് പണിയാ, നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവുമില്ല എന്നുത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രിയ ദൈവവൈതലേ, ഒരുവന്റെ മേ ദൈവത്തിന്റെ സഹായം വെളിപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ചിലത് സാധിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. മറ്റുള്ളവർ നിന്ദിച്ചു കൊള്ളട്ടെ, മറ്റുള്ളവർ പരിഹസിച്ചു കൊള്ളട്ടെ, നാം അതോർത്ത് ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുക. അതിന്റെ തുടർന്നുള്ള ഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. മതിൽ പണി പൂർത്തീകരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നാളുകളെടുത്ത് മാസങ്ങളെടുത്ത് പണിയേണ്ട മതിൽ ഹല്ലേലൂയ വെറും 52 ദിവസം കൊണ്ട് അവിടെ വചനത്തിൽ കാണുന്നു. 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുന്നു. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് 7 മാസം 25-ാം തീയതി തീർത്തു. അതെ, അവിടെ പണി പൂർത്തീകരിക്കത്തില്ല, പണിത് കഴിഞ്ഞാൽ കുറുക്കം വലിച്ചാടിയ ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞ് നിന്ദിച്ചത് ആ ഒരു അനുഭവത്തിൽ നിൽക്കുമ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വെറും 52 ദിവസം കൊണ്ട് ആ മതിന്റെ പണി പൂർത്തീകരിക്കുവാനായിട്ട് ഇടയെത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, പലതും തുടങ്ങിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ പകുതി വഴി വച്ച് സ്റ്റക്കാക്കി നിൽക്കുമ്പോ ഇനിയും പൂർത്തീകരിക്കാൻ കഴിയത്തില്ല, ഇത് ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല, ഇവിടെ കൊണ്ട് ഇനി നിർത്താമെന്നൊക്കെ ചിന്തിക്കുമ്പോ ഞാൻ പറയട്ടെ, അതേ ചില ദിവസങ്ങൾ കൊണ്ട് തന്നെ ഹല്ലേലൂയ അതേ മതിൽ പണി പൂർത്തീകരിക്കുവാൻ ഇടയാക്കിയ ദൈവം, അതിനാൽ സഹായിച്ച ദൈവം ഹല്ലേലൂയ ചിലതൊക്കെ പൂർത്തീകരിക്കേണ്ടതിനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ സഹായം ഹല്ലേലൂയ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന പകൽക്കാലമത്രേ. ഹല്ലേലൂയ. ഈ വർഷവും പൂർത്തീകരിക്കാൻ പറ്റത്തില്ലല്ലോ കർത്താവേ എന്ന് ചോദിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിലേക്ക് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സഹായം നിങ്ങളെ തേടി വരുവാനായിട്ട് ഇടയായിത്തീരാ. നിങ്ങൾ ചിന്തിക്കാത്ത മേഖലയിൽ നിന്ന്, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സഹായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. നിങ്ങൾ കാണാത്ത ഇടത്ത് നിന്ന്, ഹല്ലേലൂയ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് ചിലതൊക്കെ ചെയ്തു പൂർത്തീകരിക്കേണ്ടതിനു വേണ്ടി എന്റെ ദൈവം നിങ്ങളെ സഹായിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതിന്റെ തൊട്ടടുത്ത വാക്ക് കാണുവാൻ സാധിക്കുന്നു. ഞങ്ങളുടെ സകല ശത്രുക്കൾ അത് കേട്ടപ്പോ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരെന്ന് തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താ
സാധ്യമായി എന്നവർ ഗ്രഹിച്ചു. ഹല്ലേലൂയ. അതെ, ആരാ ഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീർന്നത്? ഇവരെ നിന്ദിച്ചവർ. നിങ്ങൾ പണിത് കഴിഞ്ഞാലും പണിയത്തില്ല, കുറുക്കൻ ചാടിയ ഇടിഞ്ഞു വീഴും, ഇതൊക്കെ പറഞ്ഞ് നിന്ദിച്ചവർ, പരിഹസിച്ചവർ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. സകല ശത്രുക്കളും കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ചിലപ്പോ ഭവനത്തിന്റെ പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. തുടങ്ങിയ സമയം മുതൽ നിന്ദകൾ കേൾക്കുന്നുണ്ടായിരിക്കാം. നീ എന്തിനാ ഇത്രയും വലിയൊരു വീട് വെക്കാൻ പോയത്? ഇല്ലെങ്കിൽ എന്തിനാ വലിയൊരു പ്രോജക്റ്റ് നീ എടുത്ത് മുമ്പിൽ ഇട്ടത്? ഇത് നിന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ലല്ലോ. നീ എന്തിനാ നിന്റെ തലമുറ ഇത്ര ഉന്നതമായ പഠനത്തിന് വേണ്ടി കൊണ്ടാക്കിയത്? നിന്നെ ആര് സഹായിക്കും എന്നൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങളുടെ നടുവിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളായിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവം ചിലത് തുടങ്ങി വച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ചില ഭാരങ്ങളെ ദൈവം ഈ പകൽക്കാലം എടുത്തു മാറ്റുകയാ. കർത്താവ് ഇതിനെ എങ്ങനെ പൂർത്തീകരിക്കുക? ചുറ്റുപാടും നിന്നയുണ്ടല്ലോ, ചുറ്റുപാട് അപശ്രുതി ഉയരുന്നുണ്ടല്ലോ. എങ്ങനെ കർത്താവെ ഞാൻ ഇതിനെ പൂർത്തീകരിക്കുക? എങ്ങനെ എന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തെ ഞാൻ പൂർത്തീകരിക്കുക? എന്റെ ഭവനത്തിന്റെ പണി എങ്ങനെ പൂർത്തീകരിക്കുക? ഞാൻ തുടങ്ങിയ ബിസിനസ് മേലെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക? ഞാൻ തുടങ്ങിയ സംരംഭത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളുടെ നടുവേ ഭാരപ്പെടുമ്പോ ഈ പകൽക്കാലം പറയട്ടെ, എന്റെ ദൈവത്തിന്റെ സഹായം ഹല്ലേലൂയ യേശുവിന്റെ നാമത്തെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. ഇവിടെ ശത്രുഗണം ഗ്രഹിക്കുകയാണ്, എന്റെ ദൈവത്താ ചിലത് സാധിച്ചു എന്ന് ഗ്രഹിക്കാൻ പോകുക. നിന്ദിച്ചവർ, പരിഹസിച്ചവർ ഹല്ലേലൂയ ഗ്രഹിക്കുന്ന ഒരു കാര്യം, അതെ, അവർ കാണാൻ പോകുക. നിന്റെ ദൈവത്തിന്റെ സഹായത്താ ചിലത് സംഭവിച്ചു എന്ന് അവർ കാണുകയും കേൾക്കുകയും ചെയ്യാൻ പോകുന്ന ഒരു ഘട്ടത്തിലത്രേ ദൈവം നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്. ഈ 2024 തീരുന്നതിന് മുമ്പേ എന്റെ ദൈവത്തിന്റെ സഹായത്താ ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കും. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ നിന്ദിച്ച, നിങ്ങളെ പരിഹസിച്ച ശത്രുവിന്റെ വാ കൊണ്ട് തന്നെ എന്റെ സ്വർഗത്തിലെ ദൈവം ചിലത് പറയിപ്പിക്കും. ഹല്ലേലൂയ. ഇതാ നമ്മുടെ ദൈവത്തിന്റെ സഹായം എന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, ആ ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കുവാൻ നമുക്ക് കഴിയുമോ? ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. ഒത്തിരി മാനുഷികമായ സഹായത്തിലേക്ക് ഞാനും നിങ്ങൾ നോക്കാറില്ലേ? എന്നാൽ ആ സഹായങ്ങളൊക്കെ അസ്തമിച്ചു പോകുമ്പോഴും സഹായനായിരിക്കുന്ന ദൈവത്തിന്റെ കരം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതേ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്ന ഭാരപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ ഒരു മനുഷ്യൻ പറയുന്ന ഒരു കാര്യം, എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഹല്ലേലൂയ. പലപ്പോഴും എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ആഴമേറിയ വേദനയുടെയും ഭാരത്തിന്റെ മധ്യത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, എന്നെ മാത്രം സഹായിപ്പാൻ ആരുമില്ല. ഹല്ലേലൂയ. എന്റെ ദൈവമല്ലാതെ ആരുമില്ല. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മുടെ സഹായനായിട്ടുണ്ടെങ്കിൽ മനുഷ്യരാരും വേണ്ട. ഹല്ലേലൂയ. ഞാൻ ആരംഭത്തിൽ പറയുവാനായിട്ടിടയായി തീർന്നല്ലോ, മനുഷ്യരൊക്കെ നമ്മെ സഹായിച്ചാൽ അവർ അല്പസമയം കഴിയുമ്പോൾ പറയും, അവരുടെ സഹായത്താലാണ് ഞാനും നിങ്ങൾ ഇവിടേക്ക് എത്തിയതെന്ന്. ഹല്ലേലൂയ. അങ്ങനെ പറയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല. ദൈവം നമുക്കൊരു ഉയർച്ച തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു വിടുതൽ തരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിന്നെ മാനിക്കുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അത് സ്തോത്രം ഒരു മനുഷ്യന്റെ സഹായത്താൽ ആയിരിക്കത്തില്ല. എന്റെ ദൈവം ചിലത് ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. ദൈവം സഹായിക്കും. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത മേഖലയിൽ കൂടിയായിരിക്കാം, ചിന്തിക്കാത്ത വ്യക്തികളിൽ കൂടിയായിരിക്കാം. സ്തോത്രം. അതുകൊണ്ട് ചില സഹായങ്ങൾ അസ്തമിച്ചു പോയെന്നോർത്ത് ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. അത് നന്മയ്ക്ക. ഹല്ലേലൂയ. ഈ പകൽക്കാലം ബലപ്പെടുക. യോഹന്നാൻ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 38 വർഷമായിട്ട് കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ദയനീയ അവസ്ഥ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുന്നതാണ്. 38 വർഷമായിട്ട് ആരും തന്നെ സഹായിക്കാനില്ലാത്ത നിസ്സഹായതയുടെ നടുവിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. അനേകം പേർ അവിടെ വന്ന് കാണും, അനേകം പേർ സൗഖ്യം പ്രാപിച്ചു പോയി കാണുമായിരിക്കാം. പക്ഷെ ഈ മനുഷ്യൻ അവിടെ ഒരു സൗഖ്യത്തിന് വേണ്ടി 38 വർഷമായിട്ട് കിടക്കുന്ന ഒരു അനുഭവം. പ്രിയ മക്കളെ, സ്തോത്രം. ആ മനുഷ്യന്റെ ദയനീയമായ അവസ്ഥ, മാനസികമായി താൻ അനുഭവിക്കുന്ന ചില വേദനകൾ, അതിന്റെ നടുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് ആ മനുഷ്യനെ തേടിപ്പോയി. ചില കാര്യങ്ങൾ വൈകുന്നെന്ന് വിചാരിച്ച് ഭാരപ്പെടണ്ട.
ഒരു മനുഷ്യന്റെ സഹായം ലഭിച്ചില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടണ്ട. കർത്താവിന്റെ സഹായം നിന്റെ ജീവിതത്തിനകത്ത് തേടി വരും. ഹല്ലേലൂയ. അവിടെ ദൂതൻ വെള്ളം കലക്കുമ്പോ അതിനകത്തേക്ക് ആര് ഇറങ്ങുന്നു അവർക്ക് സൗഖ്യമാ. പക്ഷെ ആ കുളക്കരയിലേക്ക് ഇറക്കാൻ പോലും ആരുമില്ലാതെ നിസ്സഹായതയുടെ നടുവിൽ കിടക്കുന്ന 38 വർഷമായിട്ട് ഓരോ ദിവസം കഴിയുമ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നാളെ എന്റെ വിടുതൽ നടക്കും, നാളെ എന്നെ ആരെങ്കിലും കുളത്തിൽ ഇറക്കാൻ കടന്നു വരും. ഹല്ലേലൂയ. പലപ്പോഴും നാം ചിന്തിക്കാറില്ലേ, നാളെ എന്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ നടക്കും, ആരെങ്കിലും എന്റെ ജീവിതത്തിനകത്തൊന്ന് ഹെൽപ്പ് ചെയ്യും. സ്തോത്രം. എന്നാൽ പലരും കടന്നു വന്ന് സൗഖ്യം പ്രാപിച്ചു പോയി. പലരെയും കൊണ്ടുവന്ന് ആ കുളത്തിൽ ഇറക്കുവാൻ സഹായിച്ച അനുഭവങ്ങൾ ഈ മനുഷ്യർ കണ്ടു കാണും. മനസ്സിലൊത്തിരി വേദനയും ഭാരവും പ്രയാസമൊക്കെ ഉണ്ടായി കാണും. പക്ഷെ അവിടെ നിരാശപ്പെടാതെ ഒരു വിടുതൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ആ കുളക്കരെ കടന്ന മനുഷ്യന്റെ അടുക്കിലേക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. എന്റെ യേശു കർത്താവ് എത്തി. ആരും സഹായമില്ല എന്നോർത്ത് ഭാരപ്പെടണ്ട. നിന്നെ വിടുവിക്കേണ്ട ഒരു ടൈം വച്ചിട്ടുണ്ട്. ആ ടൈമിൽ കർത്താവ് കറക്റ്റ് എത്തും. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. എത്ര വർഷമായിക്കൊള്ളട്ടെ, എന്റെ കർത്താവിന്റെ സനി ഒരു വിടുതൽ വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലേ, ഈ പകൽക്കാലം പറയട്ടെ, കർത്താവിന്റെ വിടുതൽ നിന്റെ ജീവിതത്തിലേക്ക് തേടി വരും. ഹല്ലേലൂയ. ഒരു ദൂതന്റെ സഹായത്താൽ നിനക്ക് ലഭിക്കേണ്ട വിടുതലല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യൻ നിന്നെ കുളത്തിലിറക്കിയിട്ട് നിനക്ക് സൗഖ്യം ലഭിച്ചെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്റെ കർത്താവ് നിന്നെ വിടുവിച്ചു എന്ന് പറയുന്നത് എത്രയോ മഹത്വമുള്ള കാര്യമത്രേ. ഹല്ലേലൂയ. മനുഷ്യർ വിടുവിച്ചുകൊണ്ട് പോട്ടെ, മനുഷ്യരുടെ സഹായത്തെ ചില വിടുതലുകൾ അനുഭവിച്ചോട്ടെ. നമ്മൾ ഭാരപ്പെടേണ്ട. ഒന്ന് അല്പസമയം ഒന്ന് കാത്തിരിക്കാമോ? മഹത്വപൂർണനായിരിക്കുന്ന കർത്താവിന്റെ വിടുതൽ ലഭിക്കേണ്ടതിനായി കർത്താവ് വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവർ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരും ഇല്ല ഇല്ല, ഞാൻ തന്നെ ചെല്ലുമ്പോ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. അപ്പൊ അവിടെ വെള്ളം കലങ്ങുന്നുണ്ട്, രോഗികൾ സൗഖ്യവും പ്രാപിക്കുന്നുണ്ട്. അവിടെ നടക്കേണ്ട പ്രോസസ്സിങ് കറക്റ്റായിട്ട് നടക്കുന്നു. പക്ഷേ ഈ മനുഷ്യന് മാത്രം വിടുതൽ ഇല്ല. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ അടുക്കിലേക്ക് കർത്താവ് പോയത്. കർത്താവ് അറിയുവാനായിട്ടിടയെത്തുന്നു, ഏറെ നാളായിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നു. ഏറെ നാളായി. ചില രോഗത്തിന്റെ ഭാരത്തിലാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ഏറെ നാളായിട്ട് ചില വിഷയത്തിന്റെ നടുവെ തേങ്ങലടിച്ച് കഴിയുന്നവരാണോ? ഏറെ നാളായി ചില വിഷയങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണോ? ഈ പൽക്കാലം പരിശുദ്ധാത്മാവിൽ പറയാനായിട്ടുള്ളത്, കർത്താവ് നിന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ സഹായം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഏറെ നാളായി നിങ്ങൾ കാത്തിരുന്നതിന് കാരണം കർത്താവിന്റെ ഒരു എൻകൗണ്ടറിങ്, കർത്താവിന്റെ ഒരു വിടുതൽ. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് കർത്താവിന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി എത്ര. ഹല്ലേലൂയ. ഏറെ നാളായി ചിലപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടായിരിക്കാം, യാതൊരു സൗഖ്യവുമില്ല. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം പറയട്ടെ, ഏറെ നാളായി നിങ്ങൾ ഭാരപ്പെടുന്ന ചില വിഷയത്തെ സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം എടുത്തു മാറ്റും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തെ നാം വായിച്ചതുപോലെ നമ്മുടെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ നാമത്തിലിരിക്കുന്നു. ആ ദൈവത്തിന്റെ നാമം എവിടെ ചലിക്കുവാൻ തയ്യാറായിട്ടുണ്ടോ, ആ ദൈവത്തിന്റെ നാമം എപ്പോഴെല്ലാം ഒരുവന്റെ മേൽ വെളിപ്പെട്ടിട്ടുണ്ടോ, അവിടെ വൻ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്, അവിടെ ആഴമേറിയ വിടുതലുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിടുതന്റെ ടൈം എത്ര. ഹല്ലേലൂയ. അതേ ദൈവത്തിന്റെ സഹായം യേശുവിന്റെ നാമത്തെ രോഗമായിരിക്കുന്നവരുടെ മേൽ രോഗസൗഖ്യമാണോ വെളിപ്പെടേണ്ടത്? അങ്ങനെയെങ്കിൽ രോഗസൗഖ്യത്തിന്റെ സഹായം യേശുവിന്റെ അധികാരമുള്ള നാമത്തെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ.
രക്തത്താൽ ജയമെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. രോഗി അവനോട് പറയുന്നുണ്ട്, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ താനേ ചെല്ലും. പോയി മനുഷ്യൻ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്കിനി സൗഖ്യം കിട്ടില്ലല്ലെന്ന് പറഞ്ഞ് അവിടെ ഒരുങ്ങിക്കിടക്കല്ല. മനുഷ്യൻ പറയുന്നുണ്ട്, ഞാൻ താനേ ചെല്ലുമ്പോ ഓരോ ദിവസവും ഹല്ലേലൂയ പ്രതീക്ഷ മങ്ങിപ്പോകാതെ താൻ അടുക്കേക്ക് ചെല്ലുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അതിനു മുമ്പേ സംഭവിച്ചു പോകുന്നുണ്ട്. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ഓരോ ദിവസവും വിടുതൽ നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ ഇരിക്കുമ്പോ, നടക്കാതിരിക്കുമ്പോ ഭാരപ്പെട്ടു പോകരുതേ. ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. നീ എന്നും കുളക്കരെ കിടക്കേണ്ട വ്യക്തിയല്ല. ഹല്ലേലൂയ. എന്നും മറ്റുള്ളൊരു സൗഖ്യം പ്രാപിച്ച് കടന്നു പോകുന്നത് കണ്ടിട്ട് കിടക്കേണ്ട വ്യക്തിയല്ല. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്തും സ്തോത്ര എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സൗഖ്യം വെളിപ്പെടാ. കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിച്ചു പോകുന്നവനെ പോലെയല്ല, വ്യത്യസ്തമായിരിക്കുന്ന ഒരു വിടുതൽ. ഹല്ലേലൂയ. സാക്ഷാൽ യേശു കർത്താവിൽ നിന്നുള്ള നേരിട്ടുള്ള ചില വിടുതലുകൾ ഹല്ലേലൂയ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്മേൽ ചലിക്കും. ഹല്ലേലൂയ. ആവർത്തനമായിട്ടോ പാരമ്പര്യമായിട്ടുള്ള വിടുതലുകളല്ല, കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്നത്. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നു. യേശു അവനോട് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്തു നടന്നു. സ്തോത്രം. യേശു കർത്താവിന് പറയാൻ വരുന്നു, ഞാൻ നിന്നെ സഹായിക്കാം, കുളം കലങ്ങട്ടെ, കുളത്തിൽ ഇറങ്ങുന്ന. നോ, കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ നിന്നെ കിടത്തിയ ചില വിഷയങ്ങളില്ലേ, അതിനെ എടുത്ത് നടക്കത്തക്ക രീതി. ഹല്ലേലൂയ. രോഗമാണോ നിന്നെ കിടത്തി കളഞ്ഞത്? നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഭയാനകമായ ചില വിഷയങ്ങളാണോ നിന്നെ ഒരിടത്ത് ഒതുക്കി കിടത്തി കളഞ്ഞത്? വർഷങ്ങളായിട്ട്, ഏറെ നാളായിട്ട് നിന്നെ ഒതുക്കിയ ചില വിഷയങ്ങളെ എടുത്തുകൊണ്ട് നീ നടക്കത്തക്ക രീതിയിൽ ഒരു ദൈവിക പ്രവർത്തി ഹല്ലേലൂയ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ നിങ്ങളുടെ ജീവിതത്തിലകത്ത് ഈ പകൽക്കാലം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. ഹല്ലേലൂയ. നാളുകളായി 38 വർഷമായിട്ട് നടക്കാത്ത മനുഷ്യൻ ഹല്ലേലൂയ താൻ തന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനായിട്ടെത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, കർത്താവിന്റെ സൗഖ്യം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ മറ്റാരുടെ സഹായം നിന്റെ ജീവിതത്തിൽ പിന്നെ ആവശ്യം വേണ്ടി വരികയില്ല. കുളത്തിൽ ഇറങ്ങിയ മനുഷ്യന് ചിലപ്പോ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞാലും അത് എടുത്തുകൊണ്ട് കിടക്ക എടുക്കുവാനും ഇല്ലെങ്കിൽ അവരെ സഹായിക്കുവാനൊക്കെ ചിലപ്പോൾ ആരെങ്കിലൊക്കെ വേണ്ടി വരും. പക്ഷേ ഇവിടെ കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞപ്പോ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ആരുടെയും സഹായം വേണ്ട. ഹല്ലേലൂയ. അതേ, സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവത്തിന്റെ സഹായം തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് വെളിപ്പെടുവാനായിട്ടിടയത്തിനും. അങ്ങനെ വിശ്വസിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ദൈവനാമത്താലുള്ള സൗഖ്യത്തെ പറ്റി അവിടെ കാണുന്നു. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ അധികാരവും അഭിഷേകവും പ്രാപിച്ചുകൊണ്ട് പത്രോസ് യോഹന്നാൻ കടന്നു വന്നിട്ട് പറഞ്ഞു ഒറ്റ കാര്യമേ ഉള്ളൂ, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രന യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ് തുള്ളിയും ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ആലയത്തിലേക്ക് കടന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നുവെങ്കിൽ എന്റെ പ്രിയ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, എന്റെ ദൈവത്തിന്റെ സഹായം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാം. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ നാമത്താൽ നിങ്ങൾക്ക് ജീവിതത്തിനകത്ത് ചില വിടുതലുകൾ യേശുവിന്റെ നാമത്തെ ഈ പകൽക്കാലം വെളിപ്പെടുകയാ. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്തോത്രം. ആ കർത്താവിന്റെ സഹായം, കർത്താവിന്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏത് മേഖലയ്ക്കകത്താണോ ഒരു വിടുതൽ ആവശ്യമായിരിക്കുന്നത് ആ മേഖലയിലേക്ക് ദൈവത്തിന്റെ സഹായം ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. അപ്പോസ്തല പ്രവൃത്തി 26-ാം 22-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്, എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കുക ഞാൻ ഇന്നുവരെ ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം
സാക്ഷ്യം പറഞ്ഞ് പോരുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അതെ, നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ പ്രിയമുള്ളവരെ നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഒന്നുമേ അല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് പുറത്തു വരുന്നുണ്ടെങ്കിൽ, ആ പറയുന്ന വാക്ക് മറ്റുള്ളവർക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ ദൈവത്തിന്റെ സഹായം മാത്രമാണ്. ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ അത് എന്റെ ദൈവത്തിന്റെ ഒരു സഹായമാണ്. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എത്ര പേർക്ക് ആ ദൈവത്തോടുള്ള നന്ദി ഉണ്ടാകുന്നുണ്ട്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ സഹായത്താൽ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞപ്പോ, പലതിന്റെ മധ്യത്തിൽ തകർന്നു പോകുമെന്ന് ലോകം നിങ്ങളെ നോക്കി പറഞ്ഞ ഇടത്തും, സ്തോത്രം, ദൈവത്തിന്റെ സഹായത്താൽ ചിലതൊക്കെ സംഭവിച്ചില്ലേ? എന്റെ ദൈവത്തിന്റെ സഹായത്താലല്ലേ നിങ്ങൾ ഇന്ന് ജീവയുടെ മധ്യത്തിൽ ആയിരിക്കുന്നത്. സ്തോത്രം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. സ്തോത്രം. എന്റെ ദൈവത്തിന്റെ സഹായം ലഭിക്കുക. ഞാൻ ഇന്നുവരെ നിൽക്കുകയും ചെറിയവരോട് വലിയവരോട് സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. നാം നിൽക്കുന്നത് ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ സഹായത്താൽ മാത്രമത്രേ. ഹല്ലേലൂയ. നമ്മേക്കാൾ ശ്രേഷ്ഠരായ എത്രയോ പേർ പട്ടുപോയപ്പോ, എത്രയോ പേർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോ, എത്രയോ പേർ വേദനയുടെ മധ്യത്തിൽ നിലവിളിക്കുമ്പോ, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് വേദനയുടെ മധ്യത്തിലായിരിക്കുമ്പോ എന്റെ ദൈവത്തിന്റെ സഹായം ഹല്ലേലൂയ നമുക്ക് ലഭിക്കുക. ഇന്നുവരെയും ഞാൻ നിങ്ങൾ നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ, ഹല്ലേലൂയ, കർത്താവ് ചെയ്ത വിധങ്ങളെ ഓർത്തു പറയുവാനൊക്കെ നമുക്ക് ദൈവം കൃപ തരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയൊക്കെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ പകൽക്കാലം ഹല്ലേലൂയ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ സഹായം എന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമേ എന്ന്. സ്തോത്ര. എബ്രായർക്കെതിരെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, അതുകൊണ്ട് കരുണ ലഭിക്കുവാന് സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. സ്തോത്ര. അങ്ങനെ പ്രിയ ദൈവമക്കളെ, സ്തോത്ര, മാനുഷികമായിട്ടുള്ള സഹായത്തിലേക്കുള്ള നോട്ടങ്ങൾ മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായിട്ട്, ആ കൃപാസനത്തിലേക്ക് ആ കൃപ പ്രാപിക്കേണ്ടതിനായിട്ട് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ഈ പകൽക്കാലം നമുക്ക് കയറി ചെല്ലുവാൻ കഴിയുന്നവയ്ക്ക്, അപ്പന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് ഇരിക്കുവാൻ തയ്യാറാക്കുന്നവയ്ക്ക്, നീ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹായങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ. അസ്തമിച്ചു എന്ന് പറഞ്ഞ വിഷയങ്ങളുടെ അകത്ത് ചലനങ്ങൾ സംഭവിക്കേണ്ടതിനായിട്ട്, ഇവിടെ കൊണ്ട് എല്ലാം തീർന്നു, ഇവിടെ കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ വിഷയങ്ങളുടെ അകത്ത് ചില വിടുതലുകൾ നടക്കേണ്ടതിനായിട്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാ. നിന്നെ കൊണ്ട് ചിലത് ചെയ്യേണ്ടതിനായിട്ട്, ഹല്ലേലൂയ, കർത്താവ് നിന്നെ സഹായിക്കുക. നിന്നെ കൊണ്ട് കഴിവില്ല, നിന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല, നീ ഒരു പരാജയമാണ്, നീ എന്ന് ലോകത്തിന് തന്നെ ഒരു അപമാനമെന്ന് ലോകം നിന്നെ മുദ്ര കുത്തിയിട്ടിരിക്കുമ്പോ നിന്റെ കൂടെ ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ സഹായത്താ ദൈവം ചിലത് ചെയ്തെടുക്കുവാനായിട്ടിടയത്തിര, അത് ശത്രു കാണുവാനായിട്ടിടയായിത്തീര. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ കരുണ ലഭിപ്പാനാ, തത്സമയത്ത് സഹായത്തിനുള്ള ഒരു കൃപ ലഭിക്കുവാനുമായിട്ട് ഹല്ലേലൂയ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഈ പൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സഹായത്താൽ ചില വിടുതലുകൾ നടക്കുന്ന പകൽക്കാലം അത്രേ. ദൈവത്തിന്റെ സഹായത്താൽ ചില ഹല്ലേലൂയ മിറക്കിളുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കും. ദൈവത്തിന്റെ സഹായത്താൽ ഹല്ലേലൂയ തീർന്നു പോകുമെന്ന് പറഞ്ഞ ചില വിഷയങ്ങളുടെ അകത്ത് ഹല്ലേലൂയ നിങ്ങൾ ജയിച്ച് കയറുവാനായിട്ടിടയത്തില്ല. പരാജയം നിങ്ങളുടെ മുമ്പിൽ കാണുമായിരിക്കാം, പക്ഷെ ഈ പകൽക്കാലം പറയട്ടെ, നിങ്ങൾ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ ഹല്ലേലൂയ പിൻപന്മാരെ മുൻപന്മാരാക്കുന്ന ദൈവത്തിന്റെ കര നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് ഹല്ലേലൂയ കർത്താവ് ചില മേഖലയെ ദൈവത്തിന്റെ സഹായത്താ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ജയിച്ചു കയറ്റും. ഹല്ലേലൂയ. വിശ്വസിക്കുക. ഹല്ലേലൂയ. ഒരുവന്റെ ദൈവത്തിന്റെ സഹായം വെളിപ്പെട്ട് കഴിഞ്ഞാ അവൻ സാധാരണക്കാരിൽ നിന്ന് അസാധാരണമായ ദൈവിക പ്രവർത്തികൾക്ക് ഉടമയായി തീരും.
അങ്ങനെയെങ്കിൽ വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ സഹായം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. നിങ്ങളുടെ ഭവനത്തിന്റെ പണിയാണോ പൂർത്തീകരിക്കേണ്ടത്? നിങ്ങളുടെ ശരീരത്തിന് ഒരു സൗഖ്യമാണോ ആവശ്യം? നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എവിടെയാണ് ദൈവത്തിന്റെ സഹായം നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവിടെ ഈ പകൽക്കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. നമ്മുടെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. ആ നാമത്തിൽ നിന്ന് ഹല്ലേലൂയ വിശ്വസിക്കുന്നവരുടെ മേൽ ആ സഹായം ഇന്ന് ഇറങ്ങി വരും. ഹല്ലേലൂയ. നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ സ്തംഭിച്ചു നിന്ന വിഷയങ്ങൾ കാണുമായിരിക്കാം. അതിനകത്ത് ദൈവത്തിന്റെ സഹായം വെളിപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ കൈ കൊണ്ട് ചിലപ്പോൾ ചെയ്തു തീർക്കാൻ പറ്റാത്തതായിരിക്കാം. പക്ഷെ എന്റെ ദൈവത്തിന്റെ സഹായം വെളിപ്പെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ചില പേപ്പർ വർക്കുകളായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ആരും സഹായിക്കാനായിട്ടില്ലല്ലോ, അവിടെ ചെന്ന് പറയാനായിട്ട് ആരുമില്ലല്ലോ. എന്റെ ദൈവത്തിന്റെ സഹായം അതിനകത്ത് വെളിപ്പെടും. വിശ്വസിക്കുക. ഹല്ലേലൂയ. ചിലതിന്ന് സംഭവിക്കും. വചനത്തിന് ശക്തിയുണ്ട്. വചനത്തിന് ബന്ധനമില്ലാത്തതാ. വിശ്വസിക്കുന്നവരുടെ മേൽ അത് വ്യാപരിക്കും. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കാത്ത വലിയ വിടുതലുകളെ വചനത്തിൽ കൂടി സംഭവിക്കുന്നത്. ഇന്ന് പറയുക, എന്റെ ദൈവത്തിന്റെ സഹായത്താ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ വിടുതൽ അനുഭവിക്കും. എന്റെ ദൈവത്തിന്റെ സഹായത്തെ ഞാൻ ഇന്ന് ചില ജയിച്ചു കയറാം. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ സഹായത്താ എന്റെ ജീവിതത്തിനകത്ത് ചിലതൊക്കെ പൂർത്തീകരിക്കുവാനായിട്ട് ഇടയായിത്തീരുമെന്ന് വിശ്വസിക്കുക. സ്തോത്രം. അതേ സ്തോത്രം. ദൈവത്തിന്റെ സഹായത്താ നെഹമ്യാ മതിൽ പണിച്ചു 52 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. 38 വർഷമായി കുളക്കരെ കിടന്ന മനുഷ്യന്റെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ സഹായത്താൽ സൗഖ്യം വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ അനവധി ഭാഗങ്ങൾ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവത്തിന്റെ സഹായം. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. ദൈവത്തിന്റെ സഹായം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന സമയമത്രേ. ഹല്ലേലൂയ. ഈ സമയം പാഴാക്കി കളയരുത്. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് ആശ്രയിക്കുക ഈ പകൽക്കാലം. ഹല്ലേലൂയ. കർത്താവ് എന്നെ ഒന്ന് സഹായിക്കണമേ, എന്നെ സഹായിക്കേണ്ട വേഗം ഇറങ്ങി വരയണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. നിന്റെ നിലയുടെ അനുഭവത്തിൽ നിന്ന്, കരച്ചിന്റെ അനുഭവത്തിൽ നിന്ന്, സങ്കടത്തിന്റെ അനുഭവത്തിൽ നിന്ന് രക്ഷിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ സഹായം യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക. നിങ്ങളുടെ ചില മേഖലയിൽ ജയിക്കുവാനായിട്ട് ഇടയായിത്തീരുക. നിങ്ങളെ കരം കൊണ്ട് ചിലതിനെ പൂർത്തീകരിക്കത്തക്ക രീതിയിൽ ചില ദൈവിക പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സഹായത്താ നിങ്ങളുടെ മേൽ വെളിപ്പെടും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന ജനത്തെ ദൈവകരങ്ങളിൽ തരുന്നു. ഞങ്ങളുടെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. അങ്ങനെ കർത്താവേ, അങ്ങയുടെ ജനത്തിന്റെ മേൽ ആ ദൈവനാമത്താലുള്ള സഹായം യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഫുൾഫില്ലാകട്ടെ. ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ സഹായം ആവശ്യമാണ്. ഇവർ എവിടെയെല്ലാം നിസ്സഹായതയുടെ നടുവിൽ നിൽക്കുന്നുവോ, ഒരു മാനസിക സഹായങ്ങൾ അസ്തമിച്ചെടുത്ത് നിൽക്കുന്നുവോ, അവിടെയൊക്കെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഇവരെ കൊണ്ട് ചിലത് ചെയ്യത്തക്ക രീതിയിൽ ഇവരുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ സംഭവിച്ചു എന്ന് ഇവരെ നിന്ന് പഴിക്കുന്നവർ, നിന്ദിക്കുന്നവർ, അപമാനിക്കുന്നവർ ദൈവത്തിന്റെ സഹായത്താ ചിലത് സാധിച്ചു എന്ന് പറയത്തക്ക രീതി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഹല്ലേലൂയ ഇവരുടെ മേൽ വെളിപ്പെടട്ടെ. കർത്താവേ, വചനത്തിന്റെ ശക്തി പകൽക്കാലം ചലിക്കണം. ജനത്തിന്റെ ഇടയിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. അങ്ങയുടെ സഹായത്തെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അങ്ങയുടെ സഹായത്തെ ഇവര് തൊടുന്ന മേഖലകൾ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കടക്കട്ടപ്പ. ഇവര് കടന്നു പോകുന്ന ഇടത്ത് ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ സഹായത്താ ചില പ്രവർത്തികൾ നടക്കട്ടെ. കർത്താവിന്റെ കൃപ ചലിക്കുന്ന സ്തോത്രം. ഈ പൽക്കാലം അസാധാരണമായ രീതിയിൽ ദൈവത്തിന്റെ സഹായം തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്തോത്രം. അത് അത്ഭുതമായി തീരട്ടെ. ദൈവിക വാഗ്ദത്തങ്ങൾ വെളിപ്പെടുവാൻ ഇടയായി തീരട്ടെ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം. മഹത്വം അങ്ങേക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.